ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 7. ജനാധിപത്യത്തിന്റെ അരുംകൊല. ജനുവരി 30 നടന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം കൊല ചെയ്യപ്പെട്ടു എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം വിശാലാർത്ഥത്തിൽ ഇന്ത്യക്കാകെ ബാധകമാണ്. കേന്ദ്ര ഭരണകക്ഷിയായ BJPയും ആജ്ഞാനുവർത്തിയായി തരംതാണ ഭരണഘടനാ സംവിധാനങ്ങളും സുപ്രീം കോടതി പരാമർശിച്ചതുപോലെ ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ്. കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് 20ഉം BJPക്ക് 16ഉം കൗൺസിലർമാരുള്ള ചണ്ഡീഗഡ് മുനിസിപ്പൽ കൗൺസിലിൽ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വരണാധികാരി ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാട്ടിയെന്ന് വ്യക്തമാണെന്ന് സുപ്രീം കോടതി പരാമർശിച്ചു. കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന്റെ 8 വോട്ട് വരണാധികാരി തന്നെ ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിച്ച് അസാധുവാക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം പകരുന്ന ഒരു വിജയവും അനുവദിക്കരുതെന്ന BJPയുടെ ദൃഢനിശ്ചയം നടത്തിക്കൊടുക്കുകയായിരുന്നു വരണാധികാരി അനിൽ മാസിക്. വിചാരണ ചെയ്യപ്പെടേണ്ടത് എന്നാണ് സുപ്രീം കോടതി വരണാധികാരിയുടെ പ്രവൃത്തിയെ നിരീക്ഷിച്ചത്. അനിൽ മാസിക്കിനോട് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേയർ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ രേഖകളും പിടിച്ചെടുക്കാനും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് നിർദ്ദേശിച്ച കോടതി പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിട്ടേക്കുമെന്ന സൂചനയും നൽകി. അയാളുടെ പ്രവൃത്തി സുപ്രീം കോടതി കാണുന്നുണ്ടെന്ന് അനിൽ മാസിക്കിനോട് പറയാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ജനാധിപത്യം ഈ വിധം കൊല ചെയ്യപ്പെടുവാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. തുടർന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സംശുദ്ധിയാണ് രാജ്യത്തിന്റെ ശക്തിയെന്ന് ഊന്നിപ്പറഞ്ഞ കോടതി ഇവിടെ പക്ഷേ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന ഉത്കണ്ഠയും പങ്കുവച്ചു. രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഉത്കണ്ഠയാണിത്. ഏകകക്ഷി ഭരണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിക്കുകയും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയും ചെയ്യുന്ന കേന്ദ്രഭരണ നേതൃത്വം ജനാധിപത്യ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറായിരുന്ന നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ചതും ജാർഖണ്ഡിലെ അട്ടിമറി ശ്രമങ്ങളും അതിന്റെ സമീപകാല ഉദാഹരണങ്ങളാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയും സംഘർഷവും ഉണ്ടാക്കുന്ന അമിത്ഷായുടെ ചാണക്യതന്ത്രവും ജനാധിപത്യത്തെ അപഹസിക്കുന്നു. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര ഭരണകക്ഷിയുടെ താൽപര്യ സംരക്ഷകരാക്കി തരം താഴ്ത്തിയിട്ട് കാലങ്ങളായി. അനധികൃതമായി BJP സമാഹരിക്കുന്ന വലിയ ഫണ്ട് കൂടുതലായും ഉപയോഗിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പുകളെ അവിഹിതമായി സ്വാധീനിക്കുന്നതിനും തങ്ങൾക്ക് അനുകൂലമായി അട്ടിമറിക്കുന്നതിനുമാണ്. ഇതിനെല്ലാം പുറമെയാണ് വോട്ടെടുപ്പുകളിൽ അട്ടിമറി നടക്കുന്നുവെന്ന തള്ളിക്കളയാനാകാത്ത ആരോപണങ്ങൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുതാര്യത സംബന്ധിച്ച് സാങ്കേതിക വിദഗ്ധർ തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. കുതിരക്കച്ചവടത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ അട്ടിമറിക്കാനും BJPക്ക് മടിയില്ലെന്ന് പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും നാം കണ്ടു. വ്യക്തമായ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെയും ഏതു വിധവും അട്ടിമറിക്കും എന്നതിന് തെളിവായി ഇപ്പോൾ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പും. ജനാധിപത്യത്തോടോ ജനഹിതത്തോടോ BJPക്ക് പ്രതിബദ്ധതയില്ലെന്നത് പുതിയ കാര്യമല്ല. അതിനാൽ തന്നെ ചണ്ഡീഗഡിലെ അട്ടിമറി അധികമാരിലും ആശ്ചര്യമുളവാക്കില്ല. രാഷ്ട്രീയ സാമൂഹ്യ നയ സമീപനങ്ങളിൽ ആധുനികവും മാനവികവുമായ ആശയാദർശങ്ങളോടല്ല, മനു ചാണക്യാദികളുടെ ജീർണവും ജനവിരുദ്ധവുമായ കുടിലതന്ത്രങ്ങളോടാണ് തങ്ങൾക്ക് ആഭിമുഖ്യമെന്ന് അവർ പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണല്ലോ.